ഹലോ, നമുക്കൊരു 40 ഇയേഴ്സ് കലണ്ടർ അല്ലെങ്കിൽ ഒരു പെർപ്പച്വൽ കലണ്ടർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പം ഇത് ഒരു 40 ഇയേഴ്സ് കലണ്ടറാണ്. ഇതേപോലെ തന്നെ നമുക്ക് 50 ഇയേഴ്സ് കലണ്ടറൊക്കെ വാങ്ങാൻ കിട്ടും. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഇത് ആക്ച്വലി ഒരു ബ്രാസിലുള്ള ഒരു കീ ചെയിൻ ആണ് കേട്ടോ. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു കീ ചെയിൻ ആണ്. നമുക്കിതൊരു വിളക്കൊക്കെ വാങ്ങുന്ന ഒരു കടയിൽ നിന്ന് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്നത് ഫോർ 40 ഇയേഴ്സ് പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്ക് പ്രസൻറ്റിലുള്ള ഡേറ്റ് അറിയണമെങ്കിലും ഫ്യൂച്ചറിലുള്ള ഡേറ്റ് അറിയണമെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു കലണ്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് പാസ്റ്റിലുള്ള ഡേറ്റും കണ്ടെത്താൻ പറ്റും കേട്ടോ. ഏകദേശം 40 ഇയേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 40 ഇയേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു കലണ്ടറിൽ 2014 മുതൽ 2054 വരെയുള്ള ഡേറ്റും ഡേയും ഒക്കെ അറിയാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണ് നോക്കേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണിച്ചു തരാം. മുകളിൽ മന്ത് കൊടുത്തിട്ടുണ്ട്. ജാനുവരി, ഒക്ടോബർ, മെയ്, ഓഗസ്റ്റ്, ഫെബ്രുവരി. ഇതെല്ലാം റാൻഡം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം മന്ത് ആണെങ്കിൽ പോലും ഓർഡറിലല്ല കൊടുത്തിരിക്കുന്നത്, റാൻഡം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇപ്പം നമുക്ക് ജാനുവരി വേണമെന്നുണ്ടെങ്കിൽ ജാനുവരി ഇവിടെയാണ്, ഫെബ്രുവരി ഇവിടെയാണ്. ഓക്കെ, അപ്പം അതങ്ങനെയാണ്. പിന്നെ ഇറ്റാലിക് ലെറ്റേഴ്സിൽ നമ്മുടെ ലീപ്പ് ഇയർ കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇറ്റാലിക് മന്ത് ഫോർ ലീപ്പ് ഇയർ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ പ്ലേസ് ഇയർ ഓവർ മന്ത് എന്നൊക്കെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഇവിടെയാണ് നമ്മുടെ കലണ്ടറിൽ നമ്മൾ കാണുന്ന പോലെ കറക്റ്റായിട്ട് തന്നെ നമ്പേഴ്സിൽ നമ്മുടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് കറക്റ്റായിട്ട് 31 വരെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇവിടെയാണ് ഈ ഒരു കുഞ്ഞ് ഗ്യാപ്പിൽ ഇവിടെയാണ് നമുക്ക് ഡേയ്സ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ അത് കറക്റ്റ് ഓർഡറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് നമുക്ക് ഈ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഈ മുകളിലത്തെ ഭാഗമില്ലേ, അത് ജസ്റ്റ് ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റും. സാറ്റർഡേ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ഇനി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇവിടെ താഴെയാണ് ഇയർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കുറേ നമ്പേഴ്സ് റാൻഡം ആയിട്ട് കിടക്കണ കാണാമല്ലോ. 21, 43, 42, 20, 31 ഇങ്ങനെ കിടക്കുന്നില്ലേ. അപ്പോൾ അതാണ് ഇയേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് നമ്പറായിട്ട് കാണാൻ പറ്റുന്നത് 14 ആണ് കേട്ടോ, 14. അപ്പോൾ 14 ഇതിലെ സ്മോളസ്റ്റ് നമ്പർ. അതുപോലെ തന്നെ 54 ഇതിലെ ബിഗ്ഗസ്റ്റ് നമ്പർ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, 2014 മുതൽ 2054 വരെയുള്ള കലണ്ടർ നമുക്ക് ഈ ഒരു 40 ഇയേഴ്സ് കലണ്ടറിലൂടെ കാണാൻ പറ്റും. ഡേറ്റും ഡേയും ഒക്കെ നോക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇന്നത്തെ ഡേറ്റ് തന്നെ നോക്കാം. ഇന്നിപ്പം 2024 ജൂലൈ 9 ആണ്. അപ്പം ഞാൻ ജൂലൈ എവിടെയാണ് കിടക്കണതെന്ന് നോക്കാം. ജൂലൈ ഇവിടെയാണ് കിടക്കുന്നത്, കാണാമല്ലോ. ജൂലൈ, ഏപ്രിൽ, ജാനുവരി ഇത് മൂന്നും ഒന്നിച്ചാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ജൂലൈ ആണ് വേണ്ടത്. ജൂലൈ 2024. അപ്പോൾ ഈ ജൂലൈയുടെ നേർക്ക് തന്നെ കൊണ്ടുവന്ന് 2024 വെക്കുക. അപ്പോൾ 2000 എന്നൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല, 24 എന്നാണ് കിടക്കുക. അപ്പോൾ 24 എവിടെയാണെന്ന് നോക്കുക. ജസ്റ്റ് ഈ മുകളിൽ പിടിച്ചിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. ഇതേണ്ട 30യുടെ ബിലോ ആയിട്ട് 24 കിടപ്പുണ്ട്. അപ്പോൾ ഈ 24 നമുക്ക് ജൂലൈയുടെ താഴെയാണ് കൊണ്ടുവെക്കേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങോട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. കണ്ടല്ലോ, ജൂലൈയുടെ താഴെ 24 കൊണ്ടുവച്ചു. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് 2024 ജൂലൈയിലെ കലണ്ടറാണ് ഇവിടെ കറക്റ്റായിട്ട് വന്നിരിക്കുന്നത്. അതായത് ഇന്ന് ജൂലൈ 9 ആണ്. ജൂലൈ 9 എന്ന് പറയുന്നത് ട്യൂസ്ഡേ ആണ്. ഓക്കെ, ഇങ്ങനെയാണ് കലണ്ടർ ഇട്ട്. അപ്പോൾ ഈ സെയിം കലണ്ടർ തന്നെ ആയിരിക്കും എന്നൊക്കെയാണ് 2030 ജാനുവരിയിലും 2030 ഏപ്രിൽ, 2030 ജൂലൈയിൽ, അതുപോലെ തന്നെ 2024 ജാനുവരി, 2024 ഏപ്രിലൊക്കെ ഈ സെയിം ഓർഡറിൽ തന്നെയാണ് ഡേയും ഡേറ്റും ഒക്കെ വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഏതാണോ വേണ്ടത് അത് ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. ഇയറും മന്തിന് നേർക്ക് തന്നെ റൊട്ടേറ്റ് ചെയ്ത് ഇയർ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള കലണ്ടർ കിട്ടും. ഇങ്ങനെയാണ് ഈ കലണ്ടർ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പം എന്തെങ്കിലും ബിസിനസ് ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ഡെയിലി ഡേറ്റും ഡേയും ഒക്കെ കണ്ടിന്യൂസ് ചെക്ക് ചെയ്യേണ്ടവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഫോണിൽ ഒരു 40 ഇയേഴ്സ് കലണ്ടർ ചെക്ക് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇങ്ങനെ ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു കീ ചെയിൻ ആകുമ്പോൾ നമുക്ക് ഈസി ആണല്ലോ ക്യാരി ചെയ്യാനൊക്കെ. അപ്പം ഇങ്ങനെ കൊണ്ടു നടക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.